ഭാഗമായി ആ കുട്ടിക്ക് ഷോക്കേറ്റ് മരിക്കണമെങ്കിൽ മറ്റു രണ്ട് കുട്ടികൾക്ക് പരിക്കേൽക്കണമെങ്കിൽ സർക്കാരിന്റെ അനാസ്ഥയല്ലാതെ പിന്നെ ആരുടെ അനാസ്ഥയാണ്? ഇവിടെ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ വന്യജീവിയെ പിടിക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് ഇത്തരത്തിൽ KSEBയുടെ ലൈനിൽ നിന്ന് നേരിട്ട് കണ്ടെടുത്തിരിക്കുന്നു. KSEBക്ക് ഇതിന് ഉത്തരവാദിത്തമില്ലേ? KSEBക്ക് ഇത് സ്ഥിരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും KSEBയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അനാസ്ഥയാണ്, വീഴ്ചയാണ്. ഇത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. ഇവിടെ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരണപ്പെടുന്നതിന് സമാനമായ ഒരു കൊലപാതകം, സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുക അസാധ്യമാണ്. ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിലും അതുപോലെ തന്നെ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊന്നും വെച്ചുറപ്പിക്കുക സാധ്യമല്ല. ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സമരവുമായി മുന്നോട്ട് പോകും. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് UDF വളരെ കാലങ്ങളായി സമരരംഗത്താണ്. UDFന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മലയോര മേഖലയിൽ ജാഥ നടത്തിയിരുന്നു. ഞങ്ങളുടെ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നിരവധി സമരം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മുന്നോട്ട് ഞങ്ങളുടെ സമരരംഗത്ത് തന്നെ ആയിരുന്നു. ഇപ്പോ ഈ കൊലപാതകവും ആ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരരംഗത്ത് തന്നെയാണ്. ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്താണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിദാരുണമായ ഒരു സംഭവമാണ്. 15 വയസ്സുള്ള ഒരു പിഞ്ചു ബാലൻ ഇത്തരത്തിൽ സർക്കാരിന്റെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കണം. സമരം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല. ആര് കെണി സ്ഥാപിച്ചെന്നുള്ളല്ല, KSEBയുടെ ലൈനിൽ നിന്നും നേരിട്ട് കറണ്ടെടുത്താണ് കെണി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കെണി സ്ഥാപിക്കുന്നത് ആ പ്രദേശത്ത് ആദ്യമായിട്ടല്ല, നിരന്തരമായി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിൽ കെണിയൊരുക്കുന്ന സർവ്വസാധാരണമായിരിക്കുന്നു. അതിന് KSEB ഒത്താശ ചെയ്തു കൊടുക്കുന്നു, സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. KSEBയിൽ നിന്ന് നിരന്തരമായി KSEBയുടെ ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ടെടുക്കുന്നത് എങ്ങനെയാണ്? ആരും കാണുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച, KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച, ഈ കൊലപാതകം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവൂ. രണ്ടാഞ്ചേരി ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല തന്നെ പറഞ്ഞത്. കാരണം KSEBയുടെ ലൈനിൽ നിന്നും എങ്ങനെയാണ് ഇത്തരത്തിൽ വൈദ്യുതി എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഇത് KSEBയുടെ ഒത്താശയോടുകൂടി നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് പലയിടങ്ങളിലായി നടക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അതാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക്, ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് എത്തിച്ചതെന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കല പറയുന്നത്. അദ്ദേഹം അത് തറപ്പിച്ച് പറയുന്നു, ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. ഈ സർക്കാർ സ്പോൺസേഡ് കൊലപാതകത്തിന് KSEBയും സംസ്ഥാന സർക്കാരും പരിപൂർണ ഉത്തരവാദിത്വമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. UDF പ്രവർത്തകർ മുഴുവൻ ഇങ്ങനെ ഇവിടെ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അവർ ഇവിടെ റോഡ് ഉപരോധം, അത് സമരം വലിയ തോതിലേക്ക് ആ സമരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പോലീസുണ്ട്. പക്ഷേ ഈ സമരത്തെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. എന്തായാലും സമരം തുടരുക തന്നെയാണ്. അഞ്ജലി, ശരി. സ്ഥലത്ത് ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രതിഷേധം തുടരുകയാണ്. മരണപ്പെട്ട ജിത്തുവിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശാന്തകുമാർ, ആശുപത്രി പരിസരത്ത് വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ആ ഷോക്കേറ്റ് മറ്റു കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്?
രണ്ടുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒരു ജിത്തുവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ആ മരണത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രചരണ ആയുധമാവുക തന്നെയാണ് ഇപ്പോൾ ഈ മരണം, ഈ ഷോക്കേറ്റ് മരണം. ഇതിന് പിന്നിൽ KSEBയുടെ അനാസ്ഥയാണ്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വന്യജീവി ആക്രമണം തുടരുന്ന മലയോര മേഖലയിൽ അവയെല്ലാം ഇപ്പോഴും നിർബാധം തുടരുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നയരൂപീകരണത്തിന്റെ വീഴ്ചയാണ്. അല്ലെങ്കിൽ മലയോര കർഷകർക്ക് വേണ്ടി, മലയോരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് UDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു ഷോക്കേറ്റ് മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു.